ഇത് കൊള്ളത്തില്ല കേട്ടോ. ഇത് കൊള്ളാൻ ഇച്ചിരി അരി കൊള്ളുന്ന വെള്ളത്തിൽ ഇടാൻ പോവാ. അഴുക്കൊന്നും അങ്ങനെ കാണുന്നില്ല. കിടക്കേ നമ്മൾ നാളത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ചുവടപ്പൊക്കെ പിടിച്ച ഡാൻസ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് ഹായ്, ഹിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ആൻസ് കൂട്ടിന് വേണ്ടിയിട്ട് എന്ത് വേണം? ചക്കപ്പഴം വേണം. അപ്പൊ ആൻസിന് കൂട്ടിന് വേണ്ടിയിട്ട് ചക്കപ്പഴം വെട്ടാൻ പോവാണ്. വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴം വെട്ടി ഇരിഞ്ഞ് ആൻസ് കൂട്ടൻ കഴിക്കുന്നത് കാണാം. എങ്ങനെ ആൻസ് കൂട്ടൻ കഴിക്കും? ആ കർട്ടൻ അങ്ങ് നേരെ ഇട്ടാരടാ. അമ്മച്ചും ചക്കപ്പഴം അല്ലാണ്ട് ദേ കിടക്കുന്നു താഴെ. അത് പഴുത്തോ? സാധാരണ കത്തി കൊണ്ടങ്ങ് മുറിച്ചാൽ മതിയായിരുന്നു. കൂഞ്ഞലിന്റെ സൈഡ് വെച്ചിട്ട് അങ്ങോട്ട് മുറിക്കണം. നോർമൽ കറിക്ക് അരിയണ കത്തിയില്ലേ? അമ്മച്ച താഴെയല്ല ഞാടിച്ച് ചതച്ച വന്നണ. ആൻസ് തന്നെ എടുക്കോ? സാധാരണ കത്തി എടുത്തോണ്ടോ? എടാ നീ പോയി സാധാരണ കത്തി എടുത്തോണ്ടോ? ഉവ്വ. എടാ സാധാരണ കത്തി എടുത്തോണ്ട് പോടാ. കാണിക്കുന്നു അതല്ല. ആ വെട്ടി എടാ മാറ്റടാ. ഇങ്ങനെയൊന്നും അല്ല ചക്ക വെട്ടണ. അമ്മച്ചിയുടെ കൈക്കോട്ട്, അമ്മച്ചിയുടെ കൈക്കോട്ട് കൊണ്ടിട്ട് അമ്മച്ചി ഊതിക്കൊണ്ടിരിക്കുക. എടാ ഞാൻ വേണേ അത് മാന്യമായിട്ട് കത്തിക്ക് മുറിച്ചു തരാം. എന്നാ നീ ഇത് പിടിക്കടാ. നീ ഇത് പിടിക്കടാ. എല്ലാം കിട്ടണമെന്നുണ്ടോടാ? നോക്ക അമ്മച്ചിട്ട് 16 ആക്കത്തി. ചക്ക ആടിക്കണത്. ഡേഞ്ചറസ്. സൂപ്പറായിട്ട് ചപ്പാടണം. എനിക്ക് അറിയാതെ ആ തരാ. നീ ആദ്യം അടങ്ങി ഒതുങ്ങി ഇരിക്കുക. ഇതിനകത്ത് എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നീ എന്നെ കാണാനല്ല കൊതിയ. നീ ക്യാമറ നന്നായിട്ട് പിടിക്കണ്ടോടാ. എനിക്കൊരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ്.
എടാ നീ വീഡിയോ നന്നായിട്ട് പിടിക്കട. അവസാനം നീ എന്തായാലും ചെയ്തായിട്ടേക്കരുത്. വീഡിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ വായിക്കട്ടെ. എനിക്ക് അതാ ആവശ്യം. ഇത് കൊള്ളത്തില്ല കേട്ടോ, ഇത് കൊള്ളത്തില്ല. ചക്കക്കുരു നല്ലതാണ്. അതൊന്നും കൊള്ളൂല. ഇത് മരിക്കായിരുന്നു. അമ്മച്ചി ഇന്നലെ പറഞ്ഞത് കൂടെയാണ്. പിന്നെ അടുത്ത കൈ വെട്ടി മുറിക്കാൻ വേണ്ടി വന്നേക്കുവാ. കൈകൾ എടുക്കണം. അപ്പം നമ്മൾ ചക്കയൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മാനസക്കുട്ടനെടുത്ത് കഴിക്കും. കഴിക്കണില്ല. അപ്പം ആൻസക്കുട്ടൻ്റെ അവർക്ക് ചക്കപ്പഴമൊക്കെ എടുത്ത് കഴിക്കുവാണേ. ഞാൻ ഇച്ചിരി അരി ഉഴുന്ന് വെള്ളത്തിൽ ഇടാൻ പോവാം. ഇപ്പം ഇട്ട അടിപൊളി. കറണ്ട് പോയി. അപ്പം ഞങ്ങളുടെ കറണ്ട് അങ്ങ് പോയേ. ഇനി കറണ്ട് വരുമോ ഇല്ലയോ എന്ന് അറിയട്ടെ. എന്നിട്ട് നമുക്ക് അരി വെള്ളത്തിലിടാം. ആണ്ട്രാ ഇതിനകത്തേക്ക് വന്ന് ഏതാണ്ടൊക്കെ ചാടുന്നു. ഞാൻ കൈ കഴുകട്ടെ. അപ്പം നമുക്ക് കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അച്ഛ നിർത്തണം. ഞാൻ ഇച്ചിരി അരി വെള്ളത്തിൽ ഇടാൻ പോവും. അരി വെള്ളത്തിടാനുള്ള പാത്രം എടുത്തില്ല. അതിനകത്ത് പഴം ഇങ്ങനെ കുഴച്ചിരിക്കുവോ. എടാ എനിക്ക് ഉഴുന്നിടാനുള്ളൊരു പാത്രവും കൂടെ തന്നേടാ. ഫോൺ ഇവിടെ ഇട്ടാല് ഇവിടെ ഇരുന്നാലും ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. ഇതാണോ അവിടെ ഉഴുന്ന് വെള്ളത്തിടാനുള്ള പാത്രം? കക്ക ഭയങ്കര ഇരുട്ട്, അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ആദ്യം നമുക്ക് അരി എടുക്കാം. ഒന്നര നാഴി അരി, അതുപോലെ എടുത്ത ഉഴുന്ന് എടുക്കാത്ത ഉഴുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഉഴുന്നും ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം ഇതാണ്.
കഴുകി കളഞ്ഞോളാം. അരിയൊക്കെ കഴുകിയിട്ട് അപ്പം നമ്മൾ അരിയും അതുപോലെ തന്നെ ഉഴുന്നും ഉലുവയും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ടുണ്ട്. അരി സെപ്പറേറ്റ്, ഉഴുന്ന് ഉലുവ വെള്ളത്തിലിട്ടു. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പോവുക, കുളിക്കുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പം മാൻസ് ചക്കപ്പഴം തിന്ന് കഴിഞ്ഞോ? ഇതെന്തുവാടാ ചക്കപ്പഴം തിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണാലും ഇത് കയറും. ഞാൻ കുളിക്കാൻ പോവുക. അപ്പം ഇവിടെ ഉലുവ തീർന്നിട്ടോ, നമ്മുടെ പാത്രത്തിലുള്ള ഉലുവ തീർന്നു. ഇപ്പം ആൻസ് ഇവിടെ പാത്രത്തിൽ ഉലുവ തീർന്നു കഴിഞ്ഞപ്പോഴേ ആൻസൂട്ട ഉലുവ ഇടുക കേട്ടോ. രണ്ടും കൂടെ എല്ലാവരും ഒരുമിച്ച് ഇടണോ? ഇപ്പം ഇതാ ഉലുവ ആൻസൂട്ട ഉലുവ കൊണ്ട് വെക്കണം, കാണിച്ചുതരാം. എന്നിട്ട് ആ നേരെ പോരെ കുളിക്കാൻ. നീ വന്നില്ലേ? എവിടെ അതിൻ്റെ മുകളിൽ ആ ബക്കറ്റിൻ്റെ അപ്പുറത്ത്. ആ അപ്പം ആൻസൂട്ട ഉള്ളു വെച്ചു. അപ്പം ഞങ്ങളിനി പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാം. അപ്പം നമ്മൾ രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ വന്നിട്ടോ. ആൻസൂട്ടനും കുളിച്ചു, ഞാനും കുളിച്ചു, കുളിച്ചൊക്കെ വന്നു. അപ്പം ഇനി ആൻസൂട്ടൻ്റെ ഇയറൊക്കെ നമ്മൾ ക്ലീൻ ആക്കാൻ പോവാണ്. ആൻസൂട്ടൻ്റെ ഇയർ ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ആൻസൂട്ടൻ്റെ ചെവിയിൽ ഇയർ ഡ്രോപ്സ് ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് ടോർച്ച് അടുത്ത ആൻസൂട്ടൻ്റെ ചെവിക്ക് അതേക്ക് വിടാം. എങ്ങനെ ചിരിക്കണേ? ആൻസൂട്ടൻ്റെ ചെവിയിൽ അഴുക്കൊന്നും അങ്ങനെ കാണുന്നില്ല. കുഞ്ഞി ചെവി, ഓട്ടോ പോലും ഇല്ല. എങ്ങനെ കാണാം? എടാ നിനക്ക് ചെവിക്ക് ഓട്ടോ ഇല്ലടാ ചെറുക്ക. കുറച്ച് അഴുക്ക് കിട്ടി. ഇങ്ങനെ ചെവി, ആ ചെവി കാണിച്ചേ. അയ്യോ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കടാ. എടാ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്ക. ഇതിലല്ലേ ഉവ്വാവോ? അതിന് മരുന്നൊക്കെ ഒഴിക്കണേൻ്റെ ഉള്ളേ. നല്ല മരുന്നാട്ടോ. അഴുക്കൊക്കെ തന്നെ അലിഞ്ഞു പോയി. ചമയ്ക്കുക ഒന്ന് കാണിച്ച് ഓർമ്മ എടുക്കട്ടെ. നമുക്ക് എടുത്ത് മാറ്റാനുള്ളടാ. കാണിച്ചേ. കുഞ്ഞു ചെവി ബഡ്സിനകത്ത് കേറത്തില്ല. എന്നാ മതി. ഇന്ന് അത് വയ്ക്ക. എന്നെ ആൻസൂട്ടൻ്റെ ചെവിയിൽ മരുന്നൊഴിക്കാവേ. ബഡ്സ് അടുത്ത് അടച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ അതിനകത്തൊക്കെ പൊടിയൊക്കെ. ഓക്കെ, കിടന്നോ കിടക്കടാ.
പടാ. അത് ഇതാണ് മരുന്ന്. ചെവി 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 നേരെ വയ്ക്കേ. 1 2 3 4 5 അവിടെ കിടക്കേ. പകുതി ഉണ്ടായില്ല. എൻ്റെ ഉടുപ്പേനൊക്കെ കാണി. ഒലീവ് ഓയിൽ. അപ്പൊ ആൻസ് ചെവി കളയല്ലേ. ഞാൻ കാണിച്ചില്ല. അപ്പൊ നമ്മള് ഈ മെഡി ഞാൻ ഡിഗ്രിക്ക് പഠിച്ചപ്പം കോളേജിൽ ഇട്ടോണ്ട് പോയിക്കൊണ്ടിരുന്ന കേട്ടോ. അസല്ല ഇടയ്ക്കിടയ്ക്ക് പറയണം. അപ്പൊ നമ്മൾ ആൻസുകുട്ടന്റെ ചെവിയിൽ മരുന്നൊക്കെ ഒഴിച്ചു ആൻസുകുട്ടനെ അവിടെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആൻസുകുട്ടനൊരു ഗുളിക കൊടുത്തിട്ട് അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് ആഹാരം കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അതിനുശേഷം നമുക്ക് 1/2 മണിക്കൂറാടാ. ആ 3 ഗുളികയുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അതിനുശേഷം എനിക്ക് അരി അരച്ച് വെക്കാണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് ഓടി നടന്ന് ചെയ്തിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ചോറുണ്ണാനിരുന്ന് ചോറുണ്ടൊക്കെ തീരാറായിട്ടോ. ആൻസുകുട്ടൻ ദേ ഇവിടെ ഇരിപ്പുണ്ടേ. അപ്പം ഇനി കറി നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് കറി വെച്ചത്, പപ്പടം, പിന്നെ മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു. മുളക് ചമ്മന്തി മുഴുവൻ ഞാൻ അകത്താക്കി എരിഞ്ഞിരിക്കുകയാണ്. പിന്നെ പപ്പടം. അയ്യോ പായസം കൂടെ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ കുഴച്ച് തന്നായിരുന്നില്ലടാ പപ്പടം പഴം പായസം. നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് ഇനി നമ്മൾ കടയിൽ പോയില്ല. എന്നാലും നമുക്ക് പായസക്കൂട്ട് വാങ്ങാവേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം എന്ന് പറഞ്ഞാൽ സേമിയ പായസം. അപ്പം ഇനി ചോറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് അരി അരച്ച് വെക്കാണ്ട് എന്നിട്ട് വേണം നമുക്ക് കിടക്കാൻ. നമ്മൾ നാളത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ചുവടപ്പൊക്കെ പിടിച്ച ഡാൻസ്. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഉഴുന്നരച്ച അരിപ്പൊടിയിൽ ചേർത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. അപ്പം ഇഡലിയോ ദോശ, ഇഡലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അരച്ചെടുത്ത്. കാരണം ചെറിയൊരു തരിതരിപ്പോട് കൂടി. പക്ഷെ നാളെ ആകുമ്പോഴത്തേക്കും നമുക്ക് ദോശ വേണേൽ 1-2 ചുട്ടിട്ടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. രാവിലെ മീൻ വന്നാൽ മീൻ വാങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് മീൻ കറി കൂട്ടി കഴിക്കാം. ഓക്കേ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് വന്നേ. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആൻസിൻ്റെ ചെവിയിൽ മരുന്ന് കഴിക്കണം. പിന്നെ ആൻസിന് 2 ഗുളിക കഴിക്കാനുണ്ട്. ആൻസ് പോയി വെള്ളം എടുത്തുകൊണ്ട് വരൂ. ആൻസേ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗുളിക കഴിക്കാം. എന്നൊക്കെ വൈകിട്ട് ചെയ്തിട്ട് ഗുളിക കഴിക്കാം. അപ്പം ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചക്കവെട്ട അപാരത എടുക്കാമെന്ന് വിചാരിച്ച് വന്ന് നമ്മളിപ്പം ഹാഫ് ഡേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് മുതലുള്ള വീഡിയോ ഒക്കെ ആയിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ടും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് തരണമെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും ഞങ്ങൾ പുതിയ വിശേഷങ്ങളും പുതുപുത്തൻ വീഡിയോയും ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.